വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബേസിക്കായിട്ട് നമുക്ക് ഏതൊക്കെ ടൂൾസാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം എന്ന വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ടൂൾസ് കാണും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ആകെ കൺഫ്യൂഷൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് മെഷറിംഗ് കപ്സ്. അപ്പോൾ ഈ മെഷറിംഗ് കപ്സിൽ 1 കപ്പ്, 1/2 കപ്പ് അതിൻ്റെ എല്ലാം മെഷർമെൻറ്റ്സും അതിൻ്റെ മില്ലിയും അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 1 കപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ 1 കപ്പ് എടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആവുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിലോ അങ്ങനെയൊക്കെയാണ് അളക്കുന്നതെങ്കിൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് കൂടുതലും. അപ്പോൾ ഇതിനങ്ങനെ റേറ്റൊക്കെ നിസ്സാര റേറ്റേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വേറൊരു ടൂളാണ് മെഷറിംഗ് സ്പൂൺസ്. അപ്പോൾ ഈ സ്പൂൺസ് എന്തായാലും കേക്ക് ഉണ്ടാക്കുന്നവർക്ക് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അങ്ങനെ പറഞ്ഞ എല്ലാ മെഷറിങ്സിലുള്ള സ്പൂൺസും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ 1 ടീസ്പൂൺ ഇടുന്നെങ്കിൽ ഈ സ്പൂണിലിടുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരിക. അതല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഒരു സ്പൂണിലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സ്പൂൺ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേണ്ട വേറൊരു ഐറ്റമാണ് സ്പാറ്റുല. അപ്പോൾ ഈ സ്പാറ്റുല ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല രീതിയിലും നമുക്ക് കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള തടിത്തവി ആയാലും യൂസ് ചെയ്താലും മതിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തടിത്തവിയേക്കാൾ നന്നായിട്ട് മിക്സിങ് വരുന്നത് ഈ ഒരു സ്പാറ്റുല ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. പിന്നീട് നമുക്ക് വേണ്ടിയതായിട്ട് വരുന്നത് ഇലക്ട്രിക് ബീറ്ററാണ്. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു എഫക്റ്റിൽ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഇലക്ട്രിക് ബീറ്റർ തന്നെ യൂസ് ചെയ്യണം. പിന്നീട് നമുക്ക് ഇലക്ട്രിക് ബീറ്ററിന് പകരമായിട്ട് നമുക്ക് ഇതുപോലൊരു വിസ്ക് ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്ത് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യുന്ന അത്രയും പെർഫെക്ഷൻ ഈ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ എല്ലാവരും ഒന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഏകദേശം ഒരു 1000 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും നമുക്ക്. പിന്നീട് നമുക്ക് വേണ്ടത് കേക്ക് ടിന്നാണ്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന്. അപ്പോൾ ഏറ്റവും നല്ലത് അലുമിനിയത്തിൻ്റെ ടിന്നാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതൊരു 8 ഇഞ്ചിൻ്റെ ടിന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കേക്കും ഈ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടിയതായിട്ട് വരുന്നത് ഒരു അരിപ്പ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പ ആവശ്യമുണ്ട്. അരിപ്പ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടായാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഈ സ്റ്റീലിൻ്റെ ഒരു സ്പാറ്റുല നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്യുന്ന ടൈമിൽ നല്ല പെർഫെക്ഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സ്പാറ്റുല ഉണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ക്രൈപ്പറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു സ്ക്രൈപ്പർ ആയാലും അത്യാവശ്യം നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് 30 റുപ്പീസ് 40 ആ ഒരു റേഞ്ചൊക്കെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൈപ്പറിന് വരുന്നുള്ളൂ. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് നോസിൽസാണ് ആവശ്യം. ഞാനിവിടെ കുറച്ച് നോസിൽസാണ് കാണിക്കുന്നത്. ഇതൊരു സ്റ്റാറിൻ്റെ നോസിലാണ്. പിന്നീട് ഇത് ചെറിയൊരു സ്റ്റാർ എൻ്റെ നോസിലാണത്. പിന്നെ ഇതും എല്ലാം ഓരോന്നും പലതും പല ഷേപ്പാണ്. അപ്പോൾ നമ്മൾ ഈ നോസിൽസ് എല്ലാം ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സും ലീഫും റോസൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം 2-3 നോസിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ഡിസൈൻസൊക്കെ അതിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നീട് നമുക്ക് വേണ്ടിയതായിട്ട് വരുന്നത് ഒരു ടേൺ ടേബിളാണ്. അപ്പോൾ ഈ ടേൺ ടേബിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല പെർഫെക്ഷനിൽ എല്ലാ സൈഡൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടേൺ ടേബിൾ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലവറൊക്കെ വരയ്ക്കുന്ന ടൈമിലായാലും നമുക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച്
അത്യാവശ്യമായിട്ട് വേണ്ട ടൂൾസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.